ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ അൽ-ഹസല സ്ട്രോബെറി ഫാമിലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ടെൻറ്റുകളെല്ലാം വളരെ പ്രൈവസി ആയിട്ടുള്ള ഒരു സ്പേസിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ, കാര്യങ്ങൾ, അതുപോലെ പെറ്റ്സ്, ആനിമൽസ്, അങ്ങനെ എല്ലാം ഒക്കെ ഉണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ഫാമിലി ആയാലും ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുമേ. അത്രയ്ക്ക് ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും അത്ര സൂപ്പർ സ്ഥലമാണ്. അപ്പം നമ്മളിതാ കയറി പോകുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുക, നേരെ അകത്തോട്ട് കയറിയണേ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് സ്ട്രോബെറി ഫാമിനകത്താണേ. അപ്പോൾ ഇതിനകത്ത് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ കയറി വരികയാണ്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് സ്ട്രോബെറി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ആൾക്കാർ വന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പോകുന്നതാണ്. ഇതുപോലെ നമ്മളെപ്പോലെ കാണാൻ വരുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ കട്ട് ചെയ്തെടുത്തിട്ട് പോകുന്നതാണേ അത്. അപ്പം നമ്മളിതാ നേരെ അങ്ങ് അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു റോയിൽ ഉണ്ട്. അപ്പോൾ പാത്തു അത് ഇങ്ങനെ കട്ട് ചെയ്തോട്ടാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് കൈ വെച്ച് പിച്ചി എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ പിച്ചി എടുക്കാൻ പാടില്ല. പിച്ചി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെമ്മ് പൊട്ടിപ്പോവും, ഒടിഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കത്രികയിട്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ അവർ നമ്മളെ കൂടെ ഇങ്ങനെ ഫസ്റ്റ് പറഞ്ഞായിരുന്നു കുട്ടികളെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി എടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അതിനാണ് നമുക്ക് കത്രിക തരുന്നത്. അപ്പം നമ്മളിത് ആവശ്യാനുസരണം നമുക്ക് വേണ്ട അത്രയും ആ ഒരു കപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മേടിക്കും പോലെയല്ല. അത് ഏതൊരു സാധനമായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് വിളവെടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കും, അതേപോലെ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 ഒക്കെ കഴിച്ച്, ഈ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 കഴിച്ച്. പാത്തും അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കും അല്ലേ. പിന്നെ കഴിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാമല്ലോ, നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് കയറുന്നതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനകത്തൊക്കെ കയറി നമ്മുടെ ആവശ്യാനുസരണം ഇതെല്ലാം എടുത്തിട്ട് പഴുത്തത് നോക്കി മാത്രമേ ഞങ്ങൾ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം നല്ല പഴുത്തത് ഇതുപോലത്തത് മാത്രം അങ്ങനെയുള്ളതാണ് എടുത്ത് കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ആദ്യം 1-2 പാത്തു ഇങ്ങനെ ഇച്ചിരിയൊക്കെ പഴുപ്പ് കുറഞ്ഞത് കട്ട് ചെയ്തായിരുന്നു. ആ ചുമന്ന കളറിൽ അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എന്താ രസം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്ട്രോബെറി ഫാമിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ച് പോയിട്ടുണ്ട്. പക്ഷേ പോയത് നമ്മൾ ഊട്ടി പോയപ്പോഴത്തേക്ക് അവിടെയാണ് പോയതായിരുന്നു. പക്ഷേ അവിടെ അത്ര ഭയങ്കര ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വളരെ കുറച്ചേ ഉള്ളായിരുന്നു. ഊട്ടിയല്ല, കൊടൈക്കനാലിലായിരുന്നു, മാറിപ്പോയതാണേ. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് അധികം ടൈമൊന്നും എടുത്തില്ല. കുറച്ച് നേരം മാത്രമേ ഇതിങ്ങനെ പിച്ചിയെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിനകത്ത് നിന്നോളൂ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അതിന് താഴെ കുറേ അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇതുണ്ട് ഫിഷ്, അതായത് നമ്മുടെ വളർത്തുമീൻ, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുന്ന വളർത്തുമീൻ അവിടെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി കുറേ നേരം അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അതിന് തീറ്റിയൊക്കെ ഇട്ട് കൊടുത്ത് കുറേ നേരം അവിടെ നിന്നായിരുന്നു. അവിടെ നിന്ന് 1-2 കവർ തീറ്റി വാങ്ങിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. കാരണം അവസാനം ഞാൻ ഇങ്ങനെ തീറ്റി ഇട്ട് കൊടുത്തത് ഇങ്ങനെ പൊക്കിയിട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വീണു പോയായിരുന്നു. അപ്പോഴേക്കാറ് നേരെ ജെവ്യ ഒരു മീനിന് തീറ്റി കൊടുക്കാൻ പോലും അറിഞ്ഞുകൂടാ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, പോട്ടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നായിരുന്നേ. അവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇൻസ്റ്റയിലിടാനായിട്ടും ഒക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫിഷ് സ്പാ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വെള്ളത്തിൽ മുക്കാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പേടി കണക്കായിരുന്നു ആദ്യം. പക്ഷേ കാലിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കൈ വെള്ളത്തിൽ താഴ്ത്തി വെച്ചോ, മീൻ കൊത്തിക്കൊട്ട് എന്ന് പറഞ്ഞായിരുന്നു. ആ തീറ്റി കൊത്തിക്കെടുത്തുകൊണ്ട് തീറ്റി കൊത്തി എടുക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞായിരുന്നേ. പക്ഷേ എനിക്ക് എന്തോ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എണീക്കുകയാണ്. പിന്നെ വാപ്പച്ചി മോളും കൂടെ കുറേ നേരം അവിടെ ഇരുന്ന് മീനിന് തീറ്റിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ അത് ഇവിടെ നിന്ന് കഴിക്കേണ്ടതെന്ന്. കാരണം ഇവിടെ നിന്നാണെങ്കിൽ ഈ ഒരു മീനായിരിക്കും പൊരിച്ച് തരുന്നതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.